എന്താ ട്രിപ്ലിംഗ്? ആ ബാറ് ടച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ ഗോളായേനെ. മിക്കവാറും ഈ ലോകകപ്പ് ബ്രസീൽ കൊണ്ടുപോകാൻ സാധ്യത. പിന്നെ കൊറേ പുളിക്കും. കോസ്റ്റാറിക്ക 2 ഗോൾ അടിച്ച് തകർത്ത ജർമ്മനി ജയിക്കും. കപ്പ് ജർമ്മനി തന്നെ കൊണ്ടു. നീ നോക്കിക്കോ, നെയ്മർ ഒരാള് വിചാരിച്ചാ മതി ബ്രസീലിന് കപ്പ് കിട്ടാൻ. ഏത് നെയ്മറിന് കപ്പ് വാങ്ങി കൊടുക്കുന്ന കാര്യമാ പത്മം പറഞ്ഞത്? നെയ്മറോ? എന്റെ അച്ഛാ, നെയ്മർ അല്ല, നെയ്മർ ബ്രസീലിന്റെ കളിക്കാരനാ. ജൂനിയർ നെയ്മർ എന്നാ പറയുന്നേ. ആ, അച്ഛന് ഫുട്ബോൾ കളിക്കാരന്റെ പേര് പോലും അറിയില്ല. ബോളിനൊരൽപ്പം വലുപ്പം കൂടിയൊന്നൊരു സംശയം. മാത്രമല്ല കമ്പുകളും കാണുന്നില്ല. എന്റെ പപ്പേട്ട, അപ്പൊ അത് ഹോക്കി. ഇത് ഫുട്ബോൾ. അതെനിക്കറിയാം. എന്റെ അച്ഛാ, ഈ ഫുട്ബോൾ കളി അറിയില്ല എന്ന് ആരോട് ചെന്ന് പറഞ്ഞേക്കല്ലേ, ആളുകൾ കളിയാക്കും. അതെ, അടുത്ത ആഴ്ച ദർഭപ്പറമ്പിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ആരാ ചെയ്യുന്നത്? പ്രമുഖ ഗാന്ധിയൻ പത്മനാഭനാ ചെയ്യുന്നത്. ഈ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ കൊള്ളാം. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സെമിനാറൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഫുട്ബോൾ മത്സരമാണ്. കളിയെ പറ്റിയും കളിക്കാരെ പറ്റിയും ഒക്കെ നല്ല അറിവോട് അവിടെ സംസാരിച്ചില്ലേ എന്റെ പൊന്നു പപ്പേട്ട, ആൾക്കാരത് കൂവി നാട്ടിക്കും. അതൊക്കെ ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടേ പ്രസംഗിക്കൂ. അത് മതി. ഫുട്ബോളിനെ കുറിച്ചുള്ള എന്റെ അറിവ് എത്ര ആഴത്തിലുള്ളതാണെന്ന് അറിയണമെങ്കിൽ മോളും അമ്മയും കൂടെ വന്ന അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. കൗൺസിലേഴ്സ് മീറ്റിംഗ് ഉണ്ട്. എന്നാ അവിടെ വന്നാ മതി. അച്ഛൻ എനിക്ക് ട്യൂഷനുണ്ട്. പോയില്ലെങ്കിൽ സാറ് വഴക്കുറയും. അല്ല, ഞാനേ അന്നത്തെ പ്രസംഗത്തിന്റെ വിക്കറ്റ് വീണോ? വിക്കറ്റ് അല്ല, കുറ്റി പറിച്ചിട്ടൊന്ന് പോവോ? പുതിയ സമയം പത്രത്തിൽ എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് കാണും. വിശദമായിട്ടൊന്ന് വായിക്കണം. പത്മനാഭോ, അച്ഛനോ? എന്തോന്നടേ ഞായറാഴ്ച ഒരു പത്രം വായന? ഞായറാഴ്ച പത്രം വായിച്ചൂടായോ? എടാ, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവധി ദിവസമല്ലേ? അപ്പൊ നമ്മൾ വായനയ്ക്കും അവധി കൊടുക്കണം. ഇതൊരു പുതിയ അറിവാണല്ലോ. അച്ഛൻ വന്നേക്കുന്നു, ചായ എടുക്ക. മധുരം കൂട്ടിയെടുത്തോ? ശരി ശരി. അല്ല, അച്ഛൻ എന്താ രാവിലെ നോട്ടീസ് കിട്ടി? ജപ്തി നോട്ടീസോ? എടാ, നീ ദർഭപ്പറമ്പിലെ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടില്ലേ? അതിന്റെ നോട്ടീസ്. എവിടെ നോക്കട്ടെ? നോട്ടീസൊക്കെ കാണിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പരിപാടിയിൽ നീ എന്തൊക്കെയാണ് ഏറ്റിരിക്കണത്? അത് പിന്നെ അതിഗംഭീരമായ ഒരു പ്രസംഗം ഫുട്ബോളിനെ കുറിച്ച്. പോരാ പോരാ, പ്രസംഗം മാത്രം പോരാ, 10 മിനിറ്റ് കോർട്ട് ഇറങ്ങി അവന്മാരുടെ കളിക്കാൻ വേണം. ഞാനോ? പിന്നെ ഞാനേ കളിക്കൂ? അയ്യേ, അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് ഫുട്ബോൾ എന്നല്ല ഒരു കളിയും നേരം വണ്ണം അറിയത്തില്ല. എടാ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂലെന്ന്. എനിക്ക് പന്ത് കെട്ടാനും പിടിക്കാനും ഒന്നും അറിഞ്ഞുകൂടാന്ന്. അതറിയണം, അല്ലെങ്കിലേ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാ നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം നോട്ടീസ് പോകും, അകത്തെ പേജ് തുറന്നു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. കണ്ട? എന്താ? അല്ല അച്ചായ, ഇതെങ്ങനെ എന്റെ നിക്കർ ഇട്ടപ്പണം? എടാ, അത് പയ്യന്മാര് കമ്പ്യൂട്ടർ ഇട്ട് ശരിയാക്കി എടുത്തതല്ലേ. തല വേറെ ഉടനെ വേറെ, അങ്ങനെ എത്ര സംഭവങ്ങൾ പോർന്ന്. ഇതുപോലൊരു മുട്ടക്കാട്ടം ഫ്ലക്സ് അവന്മാർ ജംഗ്ഷനൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അയ്യേ, അത് മോശമായി പോയല്ലോ അച്ചായ. അതൊന്നും വേണ്ട. പടം നല്ല സൂപ്പർ, ഞാൻ കണ്ടിട്ട് വന്നില്ല. എന്നാലേ അവന്മാരെ മുണ്ടുടുത്ത ഏതെങ്കിലും കളിക്കാരന്മാരുടെ ഉടലും എന്റെ തലയും വെക്കാം.
എടാ അതിന് ദഫൂട്ട് കളിയല്ല, ഫുട്ബോളാണ്. മുണ്ടോടുത്ത് വയ്ക്കാൻ പറയാം. അല്ലല്ല, അത് പിന്നെ ശരിയാകത്തില്ല ചായ, എനിക്കത് അറിഞ്ഞൂടാ. പപ്പനാവ, നീ ഇത് എന്തോന്നാ കൊച്ചു പിള്ളേരെ പോലെ ഇതിനൊക്കെ പേടിക്കാൻ തോന്നിരിക്കണ്. ഇതിലെ കിക്കും പന്ത് തട്ടി കാലിൽ കൂടെ കയറ്റി നെഞ്ചിൽ കയറ്റി തട്ടണതും ഒക്കെ ഒറ്റ ആഴ്ചയോട്ട് പഠിക്കാന്നുള്ളേ ഉള്ളൂ. നമുക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ ഇത് മോശമാണെന്ന്. ഒന്നാമത് പയ്യന്മാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഈ പന്ത് കെട്ട് കളിക്കുമ്പോ അതിന്റെ ഒരു ഇത് വരണം. ഏത് മെയ് വഴക്കം. ഒരാഴ്ച കൊണ്ട് മെയ് വഴക്കം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ചായ? പറ്റണം. ഞാൻ ആ പിള്ളേരുടെ അടുത്ത് പറയുകയും ചെയ്ത്, നീ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ നാഷണൽ ലെവലിൽ കളിച്ച് കപ്പൊക്കെ നേടിയ ആളാണെന്ന്. ഒന്നാമത് അണ്ടർ 17 ലോകകപ്പൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കര ആളുമായിരിക്കും. അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ട. പറഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെയ്യാവുന്നില്ല. 3 ദിവസം കൊണ്ട് ട്രെയിനിങ് നൽകി കളി പഠിപ്പിക്കുന്ന കോച്ചന്മാര് അതെ ഈ അച്ചായൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു കോച്ചിനെ അച്ചായൻ എനിക്ക് വേണ്ടി കണ്ടെത്തി തരണം. തരാം. കോച്ചിനെ അച്ചായ അങ്ങ് കൊച്ചിയിൽ നിറക്കും. നീ കണ്ടോ പപ്പനാവാ? ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സുമോ ഗുസ്തിയുടെ ഉദ്ഘാടനം കൂടെ പിടിക്കണം. റെഡിയാക്കാന്ന്. ആ പത്മ, എന്താ ഇത് കണ്ടോ? നോക്ക്. ഒരു ഫുട്ബോൾ കളിക്കാരന്റെ ഉടലിൽ ഫുട്ബോൾ കളിക്കാരനല്ലാത്ത പത്മനാഭൻ സാറിന്റെ തല വെട്ടി വെച്ചു. പപ്പേട്ടന്റെ മുഖത്തെ ഫുട്ബോൾ കളിക്കാരന്റെ ഒരു ആരുമില്ലല്ലോ പപ്പേട്ട. ഇങ്ങനെ ഒരാൾ എങ്ങനെ കോർട്ടിൽ ഇറങ്ങി കളിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഫുട്ബോൾ കളിയെ കുറിച്ച് വായിച്ചിറങ്ങി പോയി വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനെ കുറിച്ച് ഒരു അറിവൊക്കെ വേണം. അല്ല, നിങ്ങള് അമ്മയ്ക്കും മോക്കും ഇപ്പോഴാണല്ലോ ഫുട്ബോളിനോട് ഒരു പ്രേമം തോന്നി തുടങ്ങിയത്. അതങ്ങനെയാണല്ലോ. ക്രിസ്മസ് വരുമ്പോ എല്ലാ വീട്ടിലും സ്റ്റാർ ഇടും. ഓണ സമയത്ത് എല്ലാവരും ഇങ്ങനെ പൂക്കളിടും. ഫുട്ബോൾ മാമാങ്കം നടക്കുമ്പോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ഫുട്ബോൾ കോർട്ടിലേക്ക് ഞാനും ഇറങ്ങാം. ചുമ്മാതങ്ങ് ഇറങ്ങുകയൊന്നുമല്ല, ആധികാരികമായിട്ട് കളിയെക്കുറിച്ച് പഠിച്ച് പ്രാക്ടീസ് നടത്തി ഞാൻ പോകുന്നത്. ഈ പ്രായത്തിലോ? എന്താ ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? പപ്പേട്ട ആ കയ്യെന്നേ വെച്ചോ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പപ്പേട്ട. ഫുട്ബോൾ കളിക്കാൻ പോണു പോലും ഒന്നും മാറി പപ്പേട്ട. അല്ല, ഈ പ്രായത്തിലെ ഫുട്ബോൾ കളി പപ്പേട്ട എന്താ വട്ടാണ്. എങ്കിൽ പിന്നെ അതൊന്ന് അറിയിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. അളിയനിത് എന്തോ പറ്റി? ചിന്താവിഷ്ടനായ ശ്യാമളനെ പോലെ. അളിയാ എന്തു പറ്റി? ഒന്നുമില്ല പറമ്പില്ല. ഇല്ലേ? എന്തോ ഉണ്ട്. അളിയന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം എന്തോ പ്രശ്നമുണ്ട്. എന്താ അളിയ പറ. അല്ല, വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. അപ്പൊ പ്രശ്നമാകാൻ സാധ്യതയുള്ള എന്തോ ഒരു വിശേഷം അളിയന്റെ ഉള്ളിലുണ്ട് അല്ലേ? പറയളിയാ എന്തുവാ? അല്ല, ഫുഡ് കഴിച്ചില്ല, അതാണ് പ്രശ്നം. അതല്ല, ഫുട്ബോള്. ഓ, ഫുട്ബോള്. ഫുട്ബോള് കളി കാണാൻ അളിയന് പോണം, ഇത്രയല്ലേ പ്രശ്നം? അതല്ല, ചേച്ചി സമ്മതിക്കുന്നില്ല. ഞാൻ വർത്തമാനം പറഞ്ഞ് ശരിയാക്കണം. അങ്ങനെയല്ല. പിന്നെ എന്തു അളിയാ? അളിയൻ ഈ നോട്ടീസ് ഒന്ന് നോക്ക്. അടിപൊളി. ഈ ജേഴ്സിയൊക്കെ എവിടെ നിന്ന് കിട്ടിയല്ലേ? നല്ല ഗെറ്റപ്പ്. അത് ശരി. അപ്പൊ അളിയനും തുടങ്ങിയില്ലേ ഈ ഫുട്ബോൾ ഭ്രാന്ത്? ഇത് ഭ്രാന്താകുന്ന ലക്ഷണമാ അളിയ. അല്ല, അളിയന്റെ പരിചയത്തില് വല്ല കോച്ചുകളും ഉണ്ട്. എന്തിനാണ്? പെട്ടെന്നൊന്ന്
ഫുട്ബോൾ കളി പഠിക്കണമായിരുന്നു. സത്യത്തിൽ എനിക്ക് കളിയുടെ ABCD അറിയത്തില്ല അളിയ. ഇനിയിപ്പൊ സമയമൊട്ടില്ല താനും. ഒരു 10 മിനിറ്റ് ടീമിനോടൊപ്പം ഇറങ്ങി കളിച്ചോണ്ടാ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇതിനാണോ ആളി ഈ സിംസിബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ താടിക്ക് കൈയും കൊടുത്തോണ്ടിരുന്നത്? കോച്ചിന്റെ കാര്യം അളിയ എനിക്ക് വിട്ടേര്. ആളിയനെ ഈ അളിയൻ പഠിപ്പിക്കും. 6 വർഷം തുടർച്ചയായി 1ാം സ്ഥാനത്തെത്തിയ ഫിഫ ക്ലബിന്റെ കളിക്കാരനാണ് അളിയ ഈ ഞായ്. അളിയനെ ഈ അളിയായി ഞാൻ ഫുട്ബോൾ കളി പഠിപ്പിക്കും. ഇത് കണ്ടാളിയാ, ഞാൻ ഈ ബോണ്ട കഴിച്ചോണ്ടിരുന്നപ്പോ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അളിയൻ മനസ്സിൽ ബോണ്ട കാണുമ്പോ ഞാൻ മാനത്ത് ഫുട്ബോൾ കാണും. ഇതെന്തിനാടാ പ്രഫുല? കൊത്തിയരി തോരൻ വെക്കാൻ. ഇതാരാണ്? എന്റെ ഭർത്താവ്. എന്റെ ആരാ? നിന്റെ അളിയൻ. ഇന്ന് മുതൽ അളിയ ആരാ? എന്റെ ശിഷ്യൻ. പറയാം. ഫുട്ബോൾ കളിക്കണമെന്ന മോഹവുമായി അളിയിൽ വന്ന് കയറിയത് സിംഹത്തിന്റെ മറയിൽ. ഇങ്ങോട്ട് നോക്ക്, എന്റെ അടുത്ത്. പന്ത് കളി. പന്ത് കളിയാ? ഈ വയസ്സാം കാലത്തേക്ക് അതിന്റെ കുറവ് കൂടിയുള്ളത്. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ മാനസികമായി തളർത്തി കളയല്ലേ. ചേച്ചി ആ നോട്ടീസ് കണ്ടല്ലേ? അതാ കണ്ടതാ. ആളിയൻ നല്ല ചെത്ത് സ്റ്റൈലിൽ ആ ജേഴ്സിയൊക്കെ അണിഞ്ഞ് കോർട്ടില് സോളോ പെർഫോമൻസ് നടത്തേണ്ടതാണ് എന്റെ ഈ ഇരിക്കുന്ന ആളിയൻ. പക്ഷേ എനിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആളിയ മുണ്ടെടുത്തോട്ട് കളിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് വേറെ കിളിത്തട്ട് കളി. ആളിയ വെറുതെ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരുന്നേ. അതെ, ഡൈവിങ്, കട്ടിങ്, സിസർ കട്ട് ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ രണ്ടുപേരും സോളോ കളി ഇങ്ങനെ ഉണ്ടാ ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഭാര്യ. കഷ്ടം. പന്ത് നോക്കട്ടെ. തരൂല. അളിയ പന്ത് കയ്യിൽ വാങ്ങുന്നതിനൊക്കെ ഒരു ചടങ്ങുണ്ട്. നിലവിളക്ക് കൊളുത്തി 2000 രൂപ ദക്ഷിണ തന്നാൽ മാത്രമേ പന്ത് കയ്യിൽ തരൂ. 2000 രൂപ GST ഉൾപ്പെടെയാണ് ഞാൻ കണക്ക് പറഞ്ഞ. അപ്പൊ ലാഭമല്ലേ? പിന്നെ നമ്മളാ ചാക്കോച്ചൻ കോച്ചില്ലേ, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോച്ച് വലിച്ചിരുന്നേണ്. പിന്നെ നിന്റെ ഭാഗ്യം വരാന്ന് പറഞ്ഞപ്പോ ഏറ്റിട്ടുണ്ട്. എന്തൊരു വലിഞ്ഞേറി വരുന്നേ? ഫുട്ബോൾ കളിപ്പിക്കാൻ എന്റെ കെയർ ഓഫിലാണ് പത്മനാഭയുടെ പന്ത് കളിച്ച് ഉദ്ഘാടനം ചെയ്തത് കേട്ടാ. അപ്പൊ എനിക്ക് അതിന്റേതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ വലിയ ഉത്തരവാദിത്വം ഒന്നും വേണ്ട. അത് വേണ്ടെന്ന്. അളിയനെ കളി പഠിപ്പിക്കുവാൻ അളിയന്റെ സ്വന്തം അളിയനായി ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പഠിപ്പിച്ചോളാം. അല്ല അതിപ്പോ എങ്ങനെ ശരിയാവും? അതങ്ങനെ ശരിയാവൂ. അല്ലല്ല, ഇപ്പൊ 2500 രൂപ ഞാൻ കോച്ചിന്റെ അക്കൗണ്ടിലേക്ക് വണ്ടി കുയിക്കെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. പക്ഷേ അത് പാറ് തരും. അല്ല, നിങ്ങൾ 2500 രൂപയല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് തന്നേക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്താ മതി. പപ്പേട്ടാ, ഇതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. ഞാൻ ഇതൊക്കെ നേരത്തെ പറയാട്ടോ. നിന്റെ ഒരു പന്ത് കളി വൈകുന്നേരം ഒരു നല്ല നേരം നോക്കി കളി അങ്ങ് തുടങ്ങാം. അപ്പൊ ചാക്കോച്ചോ കോച്ച് അവൻ കോച്ച് കിടക്കയില്ലേ? ആളെ ഒരു 6 ബോണ്ടോടെ തിന്ന് കളിക്കാനുള്ളല്ലേ.